ഇത്ര സമ്പന്നമായ ഒരു ഭാഷയിൽ നിന്ന് തെറി തെറിയായിട്ട് പറഞ്ഞിട്ടില്ല. വളരെ ഈസിയായി ചെയ്തു പോയി. ലൈഫിലുള്ളതല്ലേ ആ ദൂരത്ത് തെറി പറയുന്നില്ലേ, ആ ദൂരത്ത് നിന്ന് സാറപ്പുറത്ത് തെറി പറയുന്നില്ലേ, പെട്ടെന്ന് തീർക്കണമെന്നാണോ ലൈറ്റ് പോണ്. അത് സംസാരം തമിഴിലാണ് പറയണത്, പെട്ടെന്ന് മനസ്സിലാവില്ല. എനിക്കൊന്ന് സാറ് എന്റെ മകനാണല്ലോ, കൃഷ്ണ അറിയാലോ. കൃഷ്ണനോട് പറഞ്ഞത് அந்த மடையில யாருடா போட்டது, ஏன்டா அந்த பைத்தியக்காரன் அந்த கூப்பிடവനെ അങ്ങനെ എന്തോ പറയുന്നവരെ ഞാൻ ഞാൻ ഒരിക്കലും കേൾക്കും. ഞാൻ വെള്ളത്തിന്റെ അടിയിലാണ്, ഒരിക്കലും കേൾക്കില്ല. അത് ഞാൻ വെള്ളത്തിന്റെ അടി പോലെ കേട്ടു. അപ്പൊ അതിന്റെ മുഴക്കം എന്താണെന്ന് അയ്യോ, മീനുകളൊക്കെ ചെതറി ഓടിച്ചു. ലോങ് ഷോട്ടിലായിരുന്നു, ബോട്ടിനകത്ത് എന്തായിരുന്നു അല്ലേ. ഞാൻ ഒന്ന് പറയണ്ടെന്ന് വെച്ചത് കമലഹാസൻ, ശ്രീദേവി, ശോഭനയും മോഹൻലാലും പോലെ നമ്മളൊരു കോംബോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഞങ്ങൾ അങ്ങനെ ഒരു യാത്രയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ സംസാര സിനിമയിൽ എനിക്കും അഭിനയിക്കാൻ കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ്. എത്രയോ പേരെ ചെറിയൊരു വേഷമാണെങ്കിൽ അത് ചെയ്യാൻ ഒത്തിരി ആർട്ടിസ്റ്റുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെയും എനിക്ക് സംസാര ഒരു ഇത് തരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു ബന്ധം തന്നെയാണ്. ഞാൻ പറഞ്ഞാൽ ഞാൻ കഥയൊന്നും കേട്ടില്ലായിരുന്നു, കേട്ടിരുന്നെങ്കിൽ ഞാൻ മാറ്റി പിടിച്ചാലും. അപ്പം ഹാപ്പിയാണ് തീർച്ചയായും അല്ലേ? ഈ മണിക്കുട്ടിന്റെ ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? ധ്യാനെ കുറിച്ചെന്ന് പറയും, മണിക്കുട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോമ്പിനേഷൻ കുറെ ഉണ്ടായിരുന്നല്ലോ, കംഫർട്ടബിൾ ആയിരുന്നു. പറഞ്ഞവര് ധ്യാനം എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കും ധ്യാന്റെ അടുത്ത് മാറിയോ? ധ്യാന്റെ അടുത്താണെങ്കിൽ ദിവസം 3 തൊട്ടായിരുന്നു, എനിക്ക് മിനിറ്റിനാണ്. ഇവിടെ കോമ്പിനേഷൻ ഇല്ലേ? സോങ് കട്ട്സ് അങ്ങനത്തെ ഇതില്ലേ. അപ്പൊ അത് പ്രശ്നമില്ല. അപ്പൊ ഈ 2 പേരെയാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്നത്, വിളിച്ച് ചോദിച്ചോണ്ടിരുന്നത്. അങ്ങനെയല്ല, ഇന്നിപ്പോ വന്ന് ഇവിടെ പ്രമോഷൻ വരാണ് ധ്യാനുണ്ട് മണിക്കൊണ്ട് വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നോ? ഇല്ല, ഇക്ക ഉള്ളത് അറിഞ്ഞിട്ട് അവര് വന്നിട്ടുണ്ട് പുറത്തേക്ക്. കംപ്ലീറ്റ് കൗണ്ടർ ഗുരുവേ ഇന്ന് ഒക്കെ വരുന്നതെന്ന് അറിഞ്ഞിട്ട് വീട്ടുകാരെ വിളിച്ചോണ്ടാ വന്നത്. എന്തൊരു കൗണ്ടർ അവര് വന്നു. പക്ഷെ ഇത് ഞാൻ തെളിയിക്കും. അയ്യോ, എത്ര വീട്ടുകാരുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കുന്നത്. മലപ്പുറത്തുകാരെ അടി അറിഞ്ഞു കേട്ടോ. അത് പേടിച്ചിരിക്കട്ടെ, എന്ത് പറയണമെന്ന് മനസ്സിലാകാത്ത നിലയിലേക്കാണ്. മനസ്സിലാവുന്നുണ്ടല്ലേ? നമ്മൾ പഠിച്ചത് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവരെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. സൈക്കോളജിസ്റ്റും കൂടി സിനിമ അത് തന്നെയാണോ പറഞ്ഞു പോകുന്നത്? അപ്പൊ ഇവരെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശരിക്കും അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പെട്ടെന്നൊരു കണ്ടു കഴിഞ്ഞാലല്ലോ നമുക്ക് അയാളുടെ ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ ഇന്ററാക്ഷൻ സംസാരത്തിൽ നിന്ന് മനസ്സിലായതാണ്. നമ്മൾ വർക്ക് ചെയ്തു 3 പേരൊക്കെ നമ്മൾ വർക്ക് ചെയ്തു. ഇതില് നമ്മളൊരു ടെലിവിഷൻ ചാനലില് അല്ലെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് പോകുന്ന നല്ലത് പറഞ്ഞാൽ മതി. ഒരാൾക്കാരെ പറ്റി എന്തെങ്കിലും നല്ലത് ഒരു വാക്ക് സൈക്കോളജിസ്റ്റ് ആയിട്ട് തോന്നി എന്തെങ്കിലും ഞങ്ങളെ നന്നാക്കണം, ഇമ്പ്രൂവ് ചെയ്യണം. അയ്യോ എന്റെ പൊന്നോ, ഇനി ഞാൻ പറഞ്ഞിട്ട് നന്നാവാനോ? ഞാൻ കൃത്യമായിട്ട് ഞാൻ ആ സമയത്ത് അവിടെ പഠിക്കുന്ന വിഷയത്തിനെ കുറിച്ചും ഞാൻ കൃത്യമായി ചോദിച്ചിരുന്നു അല്ലേ, ഓർമ്മയില്ലേ? അപ്പം ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ കുറെ ഇന്ററാക്ഷൻ, ഞങ്ങളുടെ കുറെ കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്തെങ്കിലും രീതിയിൽ മാറ്റം ഞാനായിട്ടുള്ള രീതിയിൽ കംഫർട്ടബിൾ ആണ്. എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്ക് എന്നെ കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ ഒരുപാട് എഫേർട്ട് ഇട്ട് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടോ ചേഞ്ച് ചെയ്ത് ധ്യാനേ എന്നുള്ള രീതിയിൽ? അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിച്ചാൽ മതിയല്ലേ? ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. മണിക്കൂറിനെ അല്ല, ഇപ്പൊ ധ്യാനെ കുറിച്ച് അങ്ങനെ എല്ലാരെ കുറിച്ചൊന്ന് പറയാം. ഇപ്പൊ ഈ ടോക്കിൽ നിന്ന് കുറെ ആളുകളെ കുറിച്ച് പറയാം, എന്നെ ഉൾപ്പെടെ പറയാം. അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നറിയാമോ? ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത അതുകൊണ്ടാണ് ചോദിക്കേണ്ട കാര്യമല്ലോ. അല്ല, ഇക്കേ പറയാൻ നേരത്ത് ക്യാമറ ഓഫ് ചെയ്യാം. അല്ല, പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അല്ല, പറയാൻ ബുദ്ധിമുട്ടില്ലൊന്നുമല്ല. ഒത്തിരി ഉണ്ടെന്നുള്ള പറയാൻ പോകുന്നില്ല, ഞാൻ ചുമ്മാ ചോദിച്ചാട്ടോ. അല്ല പറഞ്ഞു ഇല്ല, ധൈര്യമായിട്ട് പറയാം. അത് ഞാൻ പേഴ്സണലി പറഞ്ഞോളാം. പേഴ്സണലി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. സംസാരിച്ചില്ലല്ലോ. എന്തെങ്കിലും ഷോക്ക് ഉണ്ട്.
പ്രശ്നമുണ്ട്. ഷോക്ക് ഇപ്പൊ നിർത്തിയിട്ടുള്ളതുകൊണ്ട് കുറെ ആളുകൾ രക്ഷപ്പെടുന്നുണ്ട്. ആ ട്രീറ്റ്മെന്റ് ഇപ്പൊ ഇല്ല. ഷോക്കില്ല. എന്തിന് വൈദ്യുതി നഷ്ടം, എന്തോ പ്രശ്നമുണ്ട്. ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാനാണ് പറഞ്ഞത്. പേഴ്സണലി പറയാനാണ് പറഞ്ഞത്. എന്ത് മാറാ രോഗമാണ് അത്, മാനസികം. ഇത് പ്രേക്ഷകർ മൊത്തം ഇത് ഇനി പ്രേക്ഷകർ മൊത്തം കമ്പനി ആ പേഴ്സണലായിട്ട് പറഞ്ഞത് എന്നോട് വീണ്ടും ഞാൻ പറയും. ഞാൻ പറയുകയും ചെയ്യും പിന്നീട് വീഡിയോ ആയിട്ട്. അല്ലല്ല, പേഴ്സണലായിട്ട് പറയാനെന്ന് പറഞ്ഞത് താഴെ കമന്റ്സ് ആയിട്ട് നാട്ടുകാർ പറഞ്ഞത്. അവർക്കറിയാലോ ശോഭനേനെയും മോഹൻലാലിനെ അറിയാത്ത ആൾക്കാരുണ്ടോ? മണിച്ചിത്രത്താഴിലേക്ക് പോവുകയാണ് മക്കളെ, നമുക്ക് മനസ്സിലായല്ലോ. പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇപ്പൊ ഇല്ല, ഇപ്പൊ ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ നേരത്തെ ആയിരുന്നു കുഴപ്പം? നേരത്തെ ഞാൻ അത്ര കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുമ്പോ ഒരു പ്രശ്നമല്ലോ. ഇപ്പൊ പ്രശ്നമില്ല, ഈ മൊമെന്റില് പ്രശ്നമില്ല. താക്കീത് പോലെ ഡോക്ടറോടും വക്കീലിനോടും കള്ളം ഒരിക്കലും പറയില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, എന്നിട്ട് എനിക്ക് മൊത്തത്തിലൊരു നിരീക്ഷണം അനാലിസിസ് നടത്തി പറയാൻ പറ്റുള്ളൂ. എന്തോ പിടിച്ചിട്ടുണ്ട്. ഡിഗ്രി എടുത്ത ആളല്ലേ, PhD എടുത്തിട്ട് വന്നേക്കണല്ലേ. അപ്പൊ ഒരു കുഴപ്പമില്ല, നമുക്ക് ധൈര്യമായിട്ട് ഒന്ന് ഇരിക്കണം. എനിക്കും കുറച്ച് പറയാനുണ്ട്. നമുക്ക് സിനിമ അങ്ങനത്തെ സിനിമയുണ്ടോ? ആ സിനിമ സീക്രട്ടായിട്ട് ഞാൻ കുറച്ച് സിനിമയിലെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ട്, അതെനിക്ക് പറയണം. ക്യാമറയുടെ മുമ്പുള്ള സീക്രട്ട് മതി. ഒരു ഡോക്ടറും ഒരു പേഷ്യന്റും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരിക്കും അത്. പേഷ്യന്റ് പ്രശ്നങ്ങൾ പറയാ, അല്ലെങ്കിൽ ഡോക്ടറെ മനസ്സിലായ കാര്യങ്ങൾ പേഷ്യന്റ് എടുത്ത് ഡോക്ടർ പറയുമ്പോ പേഷ്യന്റ് പറയാലോ. എന്തായാലും ഇത് പറഞ്ഞിട്ട് ആയിക്കോട്ടെ. ഞാൻ എന്താണ് അവിടെ തട്ടിയത്? ഡോക്ടറിന്റെ പേഷ്യന്റ് ഇടയിൽ കയറണ്ടെന്ന് പറഞ്ഞു. അവയെന്ന് പറയാൻ പോകുന്നത് ഈ സിനിമയിലേക്ക് നമ്മൾ വീണ്ടും പോകുമ്പോൾ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. നമ്മൾ ഒത്തിരി സീനിയർ ആർട്ട് രഞ്ജിത്ത് സാർ ഉൾപ്പെടെ അഭിനയിച്ചിരിക്കുന്നു അല്ലേ? കുറേ ആർട്ടിസ്റ്റുകൾ, സുരേഷ് കുമാർ അഭിനയിച്ചിരിക്കുന്നു. ഇവരൊക്കെ സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്ന നിങ്ങൾ ഒത്തിരി കോമ്പിനേഷൻ ഒക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അതിന്റെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് ഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദിവസത്തേക്ക് പറഞ്ഞല്ലേ, ഫസ്റ്റ് ദിവസം വരുമ്പോ ഫസ്റ്റ് ദിവസം ഞാനില്ലായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് അവിടെ ലൊക്കേഷനിൽ പിന്നെ ഒരു പാച്ച് ഷൂട്ട് ഷാജി സാറ് ഷൂട്ട് ചെയ്തു. അപ്പൊ ഇതിന്റെ ഏറ്റവും ഞങ്ങൾക്കൊക്കെ എനിക്കുള്ളൊരു ഷാജി സാറാണെങ്കിൽ പാച്ച് ഷൂട്ട് ചെയ്തത്. ഷാജി സാർ വരുന്നു, ഷൂട്ട് ചെയ്യുന്നു. എനിക്ക് വന്ന് മധു സാറോ ആരും വന്നിട്ട് ഡയറക്ഷൻ ആക്ഷൻ പറഞ്ഞു അല്ലേ, ജോർജ് സാർ വരുന്നു. ഓക്കെ, അപ്പം ഇത്രയും ആൾക്കാര്. ഓക്കെ, ഒരു ദിവസം ഇതേപോലെ ജോർജ് സാർ വരുന്നു, ഷാജി സാർ വരുന്നു, ഇതേപോലെ വരുന്നു. ഒരു ദിവസം ഹരിഹരൻ സാർ വരുന്നു, ലൊക്കേഷനിൽ വന്നിരിക്കുന്നു. സാറ് അന്ന് എനിക്കൊന്ന് കുറേ നേരം സമയം ചെലവഴിക്കുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നേരിട്ടൊന്നും കാണാത്ത, അല്ലെങ്കിൽ നമ്മൾ ഐഡലൈസ് ചെയ്യുന്ന കുറേ ആൾക്കാരെ നമ്മൾ കാണുക, അടുത്ത് കാണുന്നു, നമ്മൾ എഴുതിയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഇങ്ങനെയൊരു സെറ്റ് നമുക്ക് ലൈഫിൽ ഉണ്ടായിട്ടില്ല. അത് നമ്മളെ കാണാൻ വേണ്ടി വരുന്നതല്ല, സ്വാഭാവികം. സാറിന്റെ സിനിമ നേരത്തെ ഞാൻ പറഞ്ഞൊരു ഗുഡ് വിൽ ഉണ്ടല്ലോ. കാരണം ആ ഫ്രറ്റേണിറ്റിയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുകയാണ് സാറിന്റെ ഒരു സിനിമ, അല്ലെങ്കിൽ ആ സിനിമയുടെ സെറ്റിൽ വരാനും. കാരണം ഇവിടെ ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ആരാണ് പോയിട്ട് ഒരു സെറ്റിൽ പോയി ഇരിക്കാനും. ഞാൻ എൻ്റെ ഏട്ടൻ്റെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ആരും ഏട്ടൻ്റെ സുഹൃത്തുക്കളോ ആരും വന്നിട്ട് അവിടെ വന്നിട്ടിരിക്കാറോ അല്ലെങ്കിൽ ആരും വന്നിരിക്കാനോ സംസാരിക്കാനോ വന്നില്ല. പക്ഷെ ഇവരൊക്കെ വരികയാണ് പലപ്പോഴും. സായി സാറൊക്കെ എനിക്ക് കുറേ ദിവസം വന്നിട്ടുണ്ട്. സായി സാറ് കുറേ ദിവസം വന്നിട്ടുണ്ട്, മധു സാർ വന്നിട്ടുണ്ട്, എപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ ഇത്രയും ആൾക്കാരൊക്കെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്. നമ്മൾ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, ഇവരെയൊക്കെ മീറ്റ് ചെയ്യുന്നു. ഇത് ലൈഫിൽ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഇനി ഉണ്ടാവില്ല. കാരണം ഇവരോടെയൊക്കെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ അടുത്ത് ഒരു സിനിമയുടെ ഭാഗം വരെ നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ രഞ്ജിത്ത് പണിക്കർ ഉണ്ടായിരുന്നു. രഞ്ജിത്തായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. രഞ്ജിത്തായിട്ട് ആദ്യമായിട്ടോ. അപ്പം അതിൽ എനിക്കൊരു ഒരു സീൻ ഓർമ്മയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, രഞ്ജിത്തേട്ടനും ഞാനും കലേഷൊക്കെ ഉള്ള ഒരു സീന്. ആ സീനില് അതൊരു സാറ് അന്ന് ചെറിയ വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു രഞ്ജിത്തേട്ടൻ. അപ്പൊ വയ്യായിക വെച്ചിട്ടാണ് ആ വയ്യായികയിലും പുള്ളി വന്ന് രാവിലെ തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4-5 പേജ് മോണലോഗ്, വലിയ ഡയലോഗുകളാണ്. ഞാൻ ലൊക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അത് ആ മിക്ക സീനിലും ഞങ്ങൾക്ക്, ഞാനും കലേഷൊക്കെ ഉള്ള സീൻ, അതിനകത്ത് ഞങ്ങൾക്ക് ഡയലോഗുകളേ ഇല്ല. പുള്ളിയുടെ സീനാണ്. പുള്ളി രാവിലെ തൊട്ടിട്ട് ആ ഒരു ഇരുത്താം വന്നിട്ട്. അപ്പൊ ആ വയ്യായികയിലും പുള്ളി വന്ന് അവിടെ ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ ഞാനൊരു സീനിൻ്റെ ഒരു ചെറിയൊരു സാധനം വായിച്ചപ്പോൾ, പുള്ളിയുടെ സീനാണ്. അപ്പം വെറുതെ വായിച്ച് ഞാനിങ്ങനെ നോക്കിയപ്പോൾ
എനിക്ക് തോന്നി ആ സീനിന്റെ ഏറ്റവും അവസാനം എന്തെങ്കിലും ഒരു add on. എന്തെങ്കിലും ഒരു പഞ്ച് ലൈനും കൂടെ, കാരണം പഞ്ച് ലൈനിന്റെ ആൾക്കാരാണല്ലോ. അപ്പൊ ഇവര് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, ഇതെന്തെങ്കിലും ഒരു സാധനം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ രസമായിരിക്കും എനിക്ക് തോന്നിയിട്ട് ഞാൻ വെറുതെ വിഷ്ണു അസോസിയേറ്റ് ഉണ്ടായിരുന്നു, കൃഷ്ണനോടും പറഞ്ഞു ഇങ്ങനെ സംസാരണമാണ്. അപ്പം കൃഷ്ണനോടും പറഞ്ഞു എന്തെങ്കിലും ഒരു സാധനം കൂടെ സാറ് പറയാണ്. അപ്പൊ സാറ് ഇടപെടുന്നേ ഇല്ല, സംസാരണ പടമായതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഇടപെടലും ഇല്ല. ഞാൻ പറയുകയും ഞാൻ സാറിനെ കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഒരു സാധനം കൂടെ പറയുകയാണെങ്കിൽ രസമായിരിക്കില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും സാറ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടൊരു സെക്കൻഡ് പുള്ളി നോക്കി. അപ്പൊ രാവിലെ തൊട്ട് ഒരു റൂമിനകത്ത് വലിയ ലെങ്തി സീൻ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പേനയും പേപ്പറും എടുത്ത് എന്നുവെച്ചാ ഒരു സാധനം, ഒരു സാധനം, ചെറിയൊരു സാധനം സംസാരം എഴുതി വെച്ച സാധനത്തിനെ പുള്ളി അതിങ്ങനെ എഴുതി 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 ആ എഴുതുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മൾ ഒരു ഫ്രീ ഫ്ലോ റൈറ്റിംഗ് ഉണ്ട്. ഒരു സാധനം പെട്ടെന്ന് ഒരു ഒഴുക്കുണ്ടല്ലോ, അതിങ്ങനെ എഴുതി പോവുക. അപ്പൊ ആ വൈകാരികയിലും നമ്മളൊരു കാര്യം പറയുമ്പോൾ ഞാൻ ആരുമല്ല, ഞാൻ വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞു സാർ ഇവിടെ ഒരു സാധനം കൂടെ പറയുകയാണെങ്കിൽ പുള്ളി അത് എഴുതി 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 എന്നിട്ട് ഫസ്റ്റ് വായിച്ച് എഴുതിയ സാധനം വായിച്ച് ഞങ്ങളെ കേൾപ്പിച്ചു. ഓക്കെ, കേൾപ്പിച്ചിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങളോട് ചോദിച്ചു ഓക്കെ ആണോ? ഓക്കെ, അത് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നു. അപ്പൊ അപ്പോഴേക്കും സ്വാമി സാർ വന്നു. സ്വാമി സാർ വന്നിട്ട് വായിച്ചിട്ട് പറഞ്ഞു ആ ഇത് ഓക്കെ എന്ന് പറയുന്നു. അപ്പം അവരതിനു വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് ആ വൈകാരികയിലും പ്രസൻസ് ഓഫ് മൈൻഡ്, അത്രയും സാധനം പഠിച്ച് പറയുന്നതിനിടയിൽ ഇത് 4 പേര് 2 പേര് പറഞ്ഞ ഒതുക്കേണ്ട സാധനത്തിന് ഇത് പോരെ എന്ന് പറഞ്ഞിട്ട് അവിടെ കളയേണ്ട സാധനമേ ഉള്ളൂ, ഇത് മതി മോനെ എന്ന് പറയാം. അവിടെ ആ സീൻ കുറച്ചുകൂടെ ഇതായി നിർത്താം എന്നുള്ള രീതിയിൽ പുള്ളി അത് ഫുൾ ഇരുന്ന് പിന്നെ ഒറ്റ ടേക്കിൽ അത് പുള്ളി വീണ്ടും, കാരണം അത് എടുക്കണം പിന്നെ ഒരു 4-5 ആംഗിൾ പിന്നെ, കാരണം ആ സീൻ അവിടെ തീരേണ്ട സീനാണ്. അത് വീണ്ടും പല ആംഗിൾ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്തു. അത് പുള്ളി പറഞ്ഞ നിർത്തിയത് അത് എനിക്ക് തോന്നുന്നു ആ സീനില് തന്നെ മാറി, കാരണം അത് എലിവേറ്റ് ചെയ്തു ആ പുള്ളി വന്നിട്ട്. അത് നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മളെ കൺമുന്നില് ഒരാള് ഒരു റൈറ്റർ അല്ലെ നമ്മൾ ഇത്രയും ഇത് ചെയ്യുന്ന, അപ്പൊ അങ്ങനെ ഒരാള് നമ്മുടെ മുന്നിൽ, അപ്പൊ 2 ലെജൻഡറി റൈറ്റേഴ്സ് തമ്മിലുള്ള അപ്പൊ ഞാൻ ഒരു സംസാരം വന്നിട്ട് പറയായിരിക്കും വേണ്ട വേണ്ട ഇതായിരിക്കും അത് വേണ്ട ഇങ്ങനെ പറയായിരിക്കും. സംസാരം വന്ന ഉടനെ തന്നെ അതിന് ടിക്കറ്റു പറഞ്ഞെന്ന് പറയുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഇന്ററാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ, വിറ്റ്നസ് ചെയ്തെന്നുള്ള അതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടുവന്ന് വളർന്ന കുറെ റൈറ്റേഴ്സിനിടയിൽ ഉണ്ടാവുന്ന ചർച്ചകളും ഇവർ തമ്മിൽ ഇന്ററാക്ഷനും ഇതൊക്കെ നമുക്ക് ഭയങ്കര കൗതുകമാണ്. അപ്പൊ ആ ഒരു അതിനൊരു നിമിത്തമാവാൻ ഞാൻ വെറുതെ ഒന്ന് പൊലിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ഒരു കൗതുകത്തിന്റെ പുറത്ത് പറയുകയും അതിന് അവര് സീരിയസ് ആയിട്ട് കാണുന്നുള്ളൂ. അത് അവര് സിനിമയെ സീരിയസ് ആയിട്ട് അത്രയും സീരിയസ് ആയിട്ട് കാണുന്നുണ്ടല്ലോ. പ്ലസ് സംസാരണ പടമായത് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ആ അവര് തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംസാരണം ഓക്കെ, കാരണം സംസാരം എഴുതി വെച്ചൊരു സാധനം അത് തിരുത്തി വേറൊരാൾ എഴുതുന്നു, അപ്പൊ അവിടെ ഒരു ഈഗോ ക്ലാഷ് വരാം. അത് വേണ്ട, അത് പറഞ്ഞാൽ ശരിയല്ല എന്നൊക്കെ, അത് ഒന്നുമില്ലാതെ 2 പേരും വന്നിട്ട് 2 പേരും റൈറ്റേഴ്സ് ആണ്. അപ്പൊ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, 2 പേരും അതിന് ഇത് ചെയ്തു. അതിന്റെ തന്നെ വേറെ ഒരു സീൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതേപോലെ വന്നിട്ട് സാർ എന്താണ് ഇങ്ങനെ വന്നിട്ട് സാർ പറഞ്ഞു ഇങ്ങനെ സ്വാമി സാറേ ഇത് പറയണോ എന്ന് പറയുന്നു. സാർ നോക്കുന്നു, ഇത് പറയണ്ടെന്ന് പറയുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ അത് ഭയങ്കര ഒരു ഗിവ് ആൻഡ് ടേക്കാ ഇവർക്കിടയിലുണ്ട്. അപ്പൊ അതൊക്കെ വിറ്റ്നസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെ വലിയ. അതെ അല്ല, അവിടെ ഏറ്റവും വലിയ ഇത്രയും വലിയ ആളുകൾ നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുന്നു, സിനിമയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് ആര് പറയുന്നു എന്നുള്ളതല്ല, എന്ത് പറയുന്നു, എന്തിനു പറയുന്നു, അതൊക്കെ ഉണ്ടല്ലോ. അതാണ് വലിയ കാര്യം, സിനിമയോടുള്ള ഇഷ്ടമാണ് സത്യം. അത്രയും ഈ പറഞ്ഞ പോലെ ജോഷ് സാറ് വരുന്നു, ഹരിഹർ സാറ് പറഞ്ഞു, ഇവരൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ കാണാൻ കൊതിക്കുന്നവർ ഈ സിനിമയിലൂടെ നമ്മൾ കാണുകയാണ്. ജോഷ് സാറിനെ വല്ല ഓഡിയോ ലോഞ്ചിൽ എങ്ങനെ കണ്ടാലുള്ളൂ, ഒന്നും സംസാരിക്കാതെയാണ് ഓഡിയോ ലോഞ്ചിൽ. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു തവണ കണ്ടിട്ടുള്ളൂ ഹരിഹരൻ സാറിനെ. അത് ദൂരെ നിന്ന് കണ്ട ഒരു ഓർമ്മ വന്നിട്ടുള്ളൂ. അടുത്തുനിന്ന് നമ്മൾ ഇത്രയും അടുത്തുനിന്ന് കാണുന്നത് ഈ ഒരു സിനിമയില്ലാതെ നമ്മൾ അവരൊന്നും കാണുക പോലില്ല. ഇവരുടെ മുമ്പിലൊക്കെ നമ്മൾ അഭിനയിക്കുകയാണ്, പിന്നെ സിനിമയിൽ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവരൊക്കെ പിന്നില് കാണുക എന്നുള്ളതാണ്, അതും വലിയ ഭാഗ്യമാണ്. അപ്പൊ നിങ്ങളൊക്കെ വലിയ ഭാഗ്യമുള്ളവർ തന്നെയാണ്. ഈ പുതുതലമുറ അല്ല, പഴയ തലമുറയും പുതുതലമുറയും എല്ലാം ഒത്തപ്പം വലിയൊരു തലമുറയായി മാറിയ ഒരു സിനിമയാണ് സീക്രട്ട് എന്ന കാര്യത്തിൽ സംശയമില്ല.
ഇത് സൂപ്പർ ഹിറ്റ് ആവുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആവശ്യം. സ്വാമി സാറിൻ്റെ കൈവച്ച എല്ലാം പൊന്നായിട്ടുണ്ട്. ഇത് അതിനപ്പുറത്തേക്ക് തിളങ്ങണം എന്ന് ആഗ്രഹിക്കുകയാണ്. നമുക്ക് കാത്തിരിക്കാം. ജൂലൈ 26 വരെ കാത്തിരിക്കാം. 26-ാം തീയതിയാണ് റിലീസ്. ഒരു കാര്യം പറയാം, ആ ജോയി മാത്യു ജയിച്ചു കേട്ടോ. അത് നമ്മുടെ ഒരു കൗണ്ടർ അടിച്ചോണ്ടോ ജയിച്ച് കാണണമെന്ന് പറഞ്ഞു. ജോയി മാത്യു ജയിച്ചിട്ടുണ്ടോ, നല്ല വോട്ടും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്ന് പറഞ്ഞെന്താ, ഗുരുവിന് ഇങ്ങനത്തെ സ്ഥാനമാനങ്ങളിലൊന്നും താല്പര്യമില്ലാന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഗുരുവിന് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനത് എനിക്കൊരു ഷോക്കായിരുന്നു. ജയിച്ചതിൽ സന്തോഷം. നല്ല വോട്ടും കിട്ടിയിട്ടുണ്ടോ? എപ്പോഴും ജയിക്കാൻ പറ്റണമെന്നില്ല. ഇത്തവണ ജയിച്ചു, സന്തോഷം. ഇത്തവണ മണിക്കൂറിനാണെങ്കിൽ അവിടെ ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുത്തില്ല. കഴിഞ്ഞ ടി വി കിട്ടി, ഫ്രിഡ്ജായിരുന്നു. ടി വി കിട്ടി. ഞാൻ പങ്കെടുത്തപ്പം ഈ തവണ അവിടെ അനൗൺസ് ചെയ്തു മണിക്കൂറിന് പങ്കെടുക്കില്ലെന്ന് അനൗൺസ് ചെയ്തു കഴിഞ്ഞു. എനിക്ക് ലക്കി ഡ്രോ തന്നില്ല. കൊടുത്തില്ല. അത് ഫ്രിഡ്ജായിരുന്നു. വീട്ടിൽ 2 ഫ്രിഡ്ജുണ്ട്. പിന്നെ ഇത് ചുമന്നുകൊണ്ട് തിരുവനന്തപുരം വരെ പോകാൻ വേണം. അത് വേറെ അവിടെ ഫ്രിഡ്ജ് 45,000 രൂപ എടുത്ത് തിരുവനന്തപുരത്ത് മറച്ചു വെക്കാൻ പാടില്ലെന്ന് അനൗൺസ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിന്റെ മ്യൂസിക്കാരാണ് ഈ സിനിമയുടെ. അല്ലെങ്കിൽ ഇലക്ട്രോയിൽ പങ്കെടുത്തില്ല, അപ്പൊ തന്നെ വിറ്റാണ്. ഭയങ്കര എടുത്തിട്ടുണ്ടായിരുന്നു. മറിച്ച് 30,000 ഇതിന്റെ മ്യൂസിക്, സിനിമയുടെ മ്യൂസിക് നമുക്കറിയാവുന്ന പറഞ്ഞു പോണല്ലോ. അല്ല, അങ്ങനെ പറയാൻ നമ്മള് ഇവിടെ വരാത്ത കുറച്ച് ആർട്ടിസ്റ്റ് നമ്മൾ പറഞ്ഞു പോകണം. പക്ഷെ രഞ്ജിതാരൻ ഇവിടെ ഇല്ല, പുള്ളി ലണ്ടനിലാണ്. രഞ്ജി സാറില്ല, ഗ്രഗ് US-ലാണ്, പലരും വിദേശ പര്യടനങ്ങളിലാണ്. അപ്പൊ അപർണ മൂന്നാറിലൊരു പടത്തിന്റെ ഷൂട്ടിലാണ്. പിന്നെ സൗമ്യ ഓസ്ട്രേലിയയിലാണ്. അപ്പൊ എല്ലാരും പല പല രാജ്യത്തും പല പല ഇന്റർനാഷണൽ യാത്രകളാണ്. പിന്നെ DOP ജാക്സനാണ്. ജാക്സൺ നമ്മുടെ കൂടെ വർഷങ്ങളായിട്ട് ലൈറ്റിംഗ് ഗ്രിപ്പിലും യൂണിറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ട്, ജാക്സനെ പറ്റി നേരത്തെ മണി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു. ജാക്സൺ യൂണിറ്റിനൊക്കെ വന്ന് യൂണിറ്റിൽ വർക്ക് ചെയ്ത് ലൈറ്റ്മാനായിട്ടൊക്കെ വർക്ക് ചെയ്ത് അഭിനന്ദന്റെ കൂടെ അസോസിയേറ്റ് ആയി. അവിടുന്ന് വളർന്ന് വന്നെന്ന് വെച്ചാൽ വളരെ സ്കിൻ റൂട്ടഡ് ആയി നിന്ന് അവിടെ നിന്ന് ഏറ്റവും സ്ക്രാച്ച് തുടങ്ങി പഠിച്ചു വന്ന് എന്താ പറയണ്ടത്. ഇപ്പം ഷാജഹാറിന്റെ ഹണ്ട് എന്ന് പറഞ്ഞ സിനിമ ജാക്സനാണ് ഷൂട്ട് ചെയ്തത്. ജാക്സനാണ് DOP. പിന്നെ ബസോദ് നമ്മുടെ കൂടെ ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്ത ആളാണ്. ബസോദാണ് എഡിറ്റ്. പിന്നെ ഇവിടുത്തെ ബാക്കിയുള്ള പിന്നെ എടുത്തു പറയേണ്ടത് പിന്നെ ഇതിനു വേണ്ടി എല്ലാം കാശ് മുടക്കിയ പ്രൊഡ്യൂസർ സാറ്. പിന്നെ വല്ലപ്പോഴും വരും, ഒരു ചിരിച്ച മുഖമായിട്ട് വരുന്നു, കാശ് കൊണ്ടുവരുന്നു, പോകുന്നു. മ്യൂസിക് എടുത്തു പറയേണ്ടത് ജെയ്ക്സ്. വർഷങ്ങളായിട്ടില്ല അറിയാം. അതെ, ജെയ്ക്സിലേക്ക് എത്തിയപ്പോ ഇതിന്റെ സിനിമയുടെ ഒരു മൂഡ് തന്നെ അങ്ങ് മാറി. അതെ. അപ്പൊ എനിക്ക് ജെയ്ക്സുമായിട്ട് ആദ്യമായിട്ടുള്ള നമ്മുടെ ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ബന്ധവും കണ്ട് കോഫി ആ പറഞ്ഞ ഏട്ടനായിട്ടുള്ള അസോസിയേഷനും ആ ഭയങ്കര ബന്ധമാണ്. ആദ്യമായിട്ട് ജെയ്ക്സായിട്ടിന്റെ ഒരു മ്യൂസിക്കിലോ അല്ലെങ്കിൽ ഒരു ആദ്യമായിട്ടൊരു സിനിമ, അതൊരു എന്നുവെച്ചാൽ മ്യൂസിക് ഭയങ്കരമായിട്ട് സിനിമേനെ ഞാൻ കണ്ടെടുത്തോളം, ഞാൻ ബിറ്റ്സ് ആൻഡ് പാർട്സ് കണ്ടെടുത്തോളം മ്യൂസിക് ഒരു സിനിമേനെ എത്രത്തോളം എലിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മ്യൂസിക് കൊണ്ട് ഒരു സിനിമ എത്രത്തോളം ലിഫ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു. ഇൻഡിവിജ്വൽ വർക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ഇതിന് മുന്നേ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആസ് എ ഹോൾ ഒരു സിനിമേനെ മ്യൂസിക് കൊണ്ട് എങ്ങനെ എലിവേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ജെയ്ക്സിൻ്റെ ഒരു ഉഗ്രൻ വർക്കായിട്ട് എനിക്ക് ഇതുവരെ അടുത്ത് എനിക്ക് ഏറ്റവും കണ്ടതിലും കേട്ടതിലും ഏറ്റവും അടിപൊളിയായിട്ടുള്ള വർക്കായിട്ട് ഓവറോൾ ഫീൽ ചെയ്യുന്നു. പക്ഷെ ത്രൂ ഔട്ട് ഒരു സിനിമേനെ മ്യൂസിക് സ്കോർ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ എത്രത്തോളം മ്യൂസിക്കിന് അത്രമാത്രം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ സിനിമയ്ക്കുണ്ട്. ആ രീതിയിൽ സ്കോർ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് സിനിമയെ. അപ്പൊ എല്ലാം കൊണ്ട് സൂപ്പർ ഹിറ്റ് ആകട്ടെ. നമുക്ക് ഇതിന്റെ നമ്മുടെ സിനിമയാണ്, നമ്മൾ അഭിനയിച്ച സിനിമയാണ്. എടുത്തെടുത്ത് പറയാനുണ്ടല്ലോ. നമ്മുടെ സിനിമയാണ്. നമ്മുടെ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. സ്വാമി സാറിന്റെ കരങ്ങളിൽ പൈസകൾ എത്തി, പ്രൊഡ്യൂസറിന് ഒത്തിരി പൈസ കിട്ടാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. കാത്തിരിക്കാം. 26-ാം തീയതിയാണ് സിനിമ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട സിനിമയാണ്. കണ്ടിട്ട് സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയുക. അതുകൊണ്ടേ സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറയുക. അഭിപ്രായങ്ങളോടുകൂടി ആളുകൾ കൂടുതൽ കയറാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. ഒത്തിരി സന്തോഷം. താങ്ക് യു.